കെ സുധാകരന്റെ മുറിയിൽ കൂടോത്രം വെച്ചതിന് പിന്നിലും കേക്കച്ചൻ. പരമ്പരയുടെ 3-ാം ഭാഗം. സതീശനെ ഏതെങ്കിലും രീതിയിൽ എതിർത്താൽ അവനെ വെച്ചിരിക്കില്ല. ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവായതോടുകൂടിയാണ് എല്ലാവർക്കും ഭയപ്പാടായത്. ദുബായിലെ ഫ്ലോറ ഹോട്ടലിൽ വെച്ചൊരു വലിയൊരു ഗൂഢാലോചന നടന്നു. അവിടെയാണ് ശരിക്കും പ്രതിപക്ഷ നേതാവിനെ അട്ടിമറിക്കണത്. അത് രാജീവ് ഗാന്ധിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായ സാൻ പിട്രോടെയാണ് അതിൻ്റെ ഓപ്പറേഷൻ. ഒരു അഴിമതിക്കാരൻ, പെണ്ണ് പിടിയൻ, വെള്ളടി, ഒരു സാമൂഹ്യ വിരുദ്ധൻ മുഖ്യമന്ത്രിയുടെ കസേരയിൽ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ അപമാനം തിന്നാണ്. ടീം യു ഡി എഫ് എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ഈ യു ഡി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് സതീശനിലൂടെ വിശ്വസിച്ച് നിൽക്കും? കേരളത്തിൽ സ്വന്തം ചങ്കിലുണ്ടായിരുന്ന ഷാഫിയും രാഹുലുമാണ്. ആ രാഹുലിനെയാണ് ഒരു സുപ്രഭാതത്തിൽ വെട്ടിക്കൂട്ടിയത്. ഇനി ഇവനെ ആര് വിശ്വസിക്കും? കേക്കച്ചനാണ് ഈ മന്ത്രവാദത്തിന് കൂടാത്രത്തിൻ്റെ ആള്. ഈ സുധാകരന് പറ്റിയത് എന്താണെന്നറിയാമോ? അദ്ദേഹത്തിന് അസുഖമൊന്നുമില്ല, സതീശനേക്കാളും ആരോഗ്യമുണ്ട്. രാഹുലിന് നീതി തേടിയുള്ള മിഷൻ 60യുടെ 39-ാം ദിനത്തിൽ സതീശന്റെ പറവൂർ മണ്ഡലത്തിലെ വോട്ടറും സതീശനെ കഴിഞ്ഞ 45 വർഷക്കാലം അടുത്തറിയാവുന്ന ആളും മുൻ യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായിരുന്ന PS രാജേന്ദ്ര പ്രസാദ് VD സതീശനെ കുറിച്ച് നടത്തുന്ന വെളിപ്പെടുത്തലുകൾ തുടരുന്നു. ഇത്രയും വലിയ കൊടിയ തലമൂത്ത നേതാക്കന്മാരുണ്ടായിട്ടും ഈ കേക്കച്ചൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു പിടി, അതായത് മറ്റുള്ളവരാരും ഇയാൾക്കെതിരെ ശബ്ദിക്കാതിരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ കേക്കച്ചൻ എങ്ങനെയാണ് മാറിയത്? ഇതിൻ്റെ പിന്നിലുള്ള ഇയാളുടെ ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു? ഈ സതീശനെ ഏതെങ്കിലും രീതിയിൽ എതിർത്താൽ അവനെ വെച്ചിരിക്കില്ല. ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവായതോടുകൂടിയാണ് എല്ലാവർക്കും ഭയപ്പാടായത്. അതിന് പ്രതീക്ഷിക്കാതെ ഇപ്പോൾ 21 MLA-മാരിൽ 4 പേരുടെ പിന്തുണ ഉണ്ടായുള്ളൂ. അത് നമ്മുടെ ദുബായിലെ ഫ്ലോറ ഹോട്ടലിൽ വെച്ചൊരു വലിയൊരു ഗൂഢാലോചന നടന്നു. അവിടെയാണ് ശരിക്കും പ്രതിപക്ഷ നേതാവിനെ അട്ടിമറിക്കണത്. അത് രാജീവ് ഗാന്ധിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായ സാൻ പിട്രോടെയാണ് അതിൻ്റെ ഓപ്പറേഷൻ. അദ്ദേഹം ഈ നമ്മുടെ ദുബായിലെ സതീശൻ്റെ ഒരു ബിനാമി ഏർപ്പാട് നടക്കുന്ന സ്ഥലം, സാമ്പത്തിക ഇൻവെസ്റ്റ്മെൻ്റുള്ള ഒരു ഹോട്ടലാണ് ഫ്ലോറ. അത് കോതമംഗലത്തുള്ള ഒരു അനുരാമത്തായിയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ആ ഹോട്ടലിൽ അവിടെ വെച്ചാണ് സാമ്പത്തിക 10-15 കോടി രൂപ കൈമാറി എന്നാണ് എനിക്ക് കിട്ടിയൊരു അറിവ്. രേഖാമൂലമല്ല, എനിക്ക് കിട്ടിയൊരു അറിവ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ചുമതലപ്പെടുത്തുന്നത്. ഇതൊന്നും ഇവിടെ പാവം രമേശൊന്നും അറിയുന്നില്ല. അങ്ങനെ ഡൽഹിയിൽ നിന്ന് വരെയാണ് സതീശന് വേണ്ടി രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നാണ് നിർബന്ധം. രാഹുൽ ഗാന്ധിനെ ബ്രെയിൻ വാഷ് ചെയ്തു. ആരെ വെച്ചിട്ട്? ഈ സാൻ പിട്രോടെ. ഇങ്ങനെ ഒരു ഊടുവഴിയിലൂടെ സതീശൻ ഇത് പിടിച്ചടക്കുമെന്നുള്ളത് രമേശ് ചിന്തിക്കുന്നില്ല. രമേശിനൊക്കെ ഇതേപോലെ സാമ്പത്തികമൊന്നും 10-2000 കോടിയൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. സതീശനെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യം നേടണമെങ്കിലും പണം ഇറക്കാൻ പുള്ളി തയ്യാറാണ്. ഇത്രയും ഈ പണം എങ്ങനെയാണ് ഇയാളുടെ വന്നത്? ഇതിനുള്ള ഒരു സോഴ്സ് എങ്ങനെ? ഏറ്റവും ഒടുവിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ആദ്യം ഒരു 500 കോടിക്ക് മേളിലുണ്ടായത് അത് ഇൻവെസ്റ്റ് ചെയ്ത് വിദേശ ബിസിനസ് തുടങ്ങി. ഇപ്പം അത് തന്നെ 20 കൊല്ലമായില്ലേ. അപ്പോൾ എത്ര കോടിയായിട്ടത് വളർന്നു കാണും. അതുപോലെ കേരളത്തിൽ ഒരു ചൈനയിൽ നിന്ന് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് കേരളത്തിൽ സപ്ലൈ ചെയ്യുന്ന ഒരു മനുഷ്യന് 25 കോടി രൂപ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയണത്. അവൻ ഈ സാധനത്തിൻ്റെ ഈ 25 കോടി രൂപ ഇൻകം കൊടുത്തുകൊണ്ടിരിക്കൂലേ സതീശിനെ? അപ്പോൾ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കുമ്പോൾ ഈ സർക്കാർ നടത്തുന്ന മറ്റു പല കള്ളക്കമ്മട്ടങ്ങൾക്കും മിണ്ടാതിരിക്കുമ്പോൾ അതിൻ്റെ കമ്മീഷൻ കിട്ടും ഇല്ലേ? അതെ. അന്നേരം ഇങ്ങനെ ശരിക്കും കോൺഗ്രസിലെ ഏറ്റവും സാമ്പത്തിക ശേഷിയുള്ള ഈ നെട്ടൂർ രമേശൻ പണ്ട് കീറി നിക്കറ് വിട്ട് നടന്ന ഇലാമ്പി സ്കൂട്ടറിൽ നടന്ന ഇയാൾക്ക് ഇന്ന് കോൺഗ്രസിലെ ഏറ്റവും സാമ്പത്തികമുള്ള, കാരണം ഭരണമില്ലാതെ 10 കൊല്ലമായിട്ടിരിക്കുക, ബാക്കിയുള്ളവർക്കൊന്നും കഞ്ഞിപ്പശ മുക്കാൻ കാശില്ലാതിരിക്കുമ്പോഴത്തേക്കും ഇന്ന് കാശുള്ളത് ഇവൻ്റെ കയ്യിലാണ്. അതുകൊണ്ടാണോ ബാക്കിയുള്ളവരെല്ലാം ഭയപ്പെട്ടിരിക്കുന്നത്? ഭയപ്പെട്ട് നിൽക്കണത് അതുകൊണ്ട് തന്നെയാണ്. ഒന്നാലോചിച്ച് നോക്കൂ, 1 ഏക്കർ 1 സെൻറ്റ് സ്ഥലമാണ് VD സതീശൻ്റെ കുടുംബ സ്വത്ത്. 1 ഏക്കർ 1 സെൻറ്റ് സ്ഥലം 1987 ഞാൻ സതീശൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കൊച്ചോടിട്ട വീടാണ്. ഒരു 1000-800 സ്ക്വയർ ഫീറ്റുള്ളൊരു സാധാരണ ഒരു അർത്ഥദാരിദ്ര്യമുള്ളൊരു കുടുംബമാണ്. ആ 1 ഏക്കർ 1 സെൻറ്റ് സ്ഥലത്ത് ഇവർ 5 മക്കളാണ്. VD സതീശൻ ഉൾപ്പെടെ 5 മക്കളാണ്.
VD ഭാഗം വെച്ചപ്പോൾ 36 സെൻറ്റ് സ്ഥലം VD സതീശൻ്റെ പേരിലേക്ക് മാറ്റി. ബാക്കി 65 സെൻറ്റ്, 15 സെൻറ്റ്, 20 സെൻറ്റൊക്കെ വെച്ചിട്ട് മറ്റ് ഒരു സഹോദരിയും ബാക്കി 3 സഹോദരന്മാരും അത് പങ്കിട്ടെടുത്തു. ഈ 36 സെൻറ്റ് സ്ഥലത്തിന് 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ വാല്യൂ കാണിച്ചിരിക്കുന്നത് 18 ലക്ഷം രൂപയാണ്. ഈ 18 ലക്ഷം കാരനാണ് ഇന്ന് ഒരു 2000 കോടിയുടെ ആസ്തിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതെന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല കേന്ദ്രം? ഇയാൾ എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇയാൾ ജോലി ചെയ്തിട്ടില്ല, ഇല്ല. ഇയാളുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ബിസിനസ്സോ ജോലിയോ ഇല്ല, ഒരു ജോലി. സാമ്പത്തിക കുടുംബപരമായിട്ടും ഈ പറഞ്ഞ വസ്തുവകളല്ലാതെ ഒന്നുമില്ല. പിന്നെ സോഴ്സ് എന്താണ്? സോഴ്സ് അഴിമതി. ഈ അഴിമതി പണമാണ് ഇപ്പോൾ പറവൂർ തന്നെ വെച്ചിരിക്കുന്ന വീട് 2005 വെച്ചത് വീടാണ്. അത് നമ്മുടെ സിവിൽ സപ്ലൈയിലെ വകുപ്പാണ്. പറവൂരത്തെ സ്ഥലവും വീടും ഒക്കെ ഈ അഴിമതിയിലുണ്ടാക്കിയ വീട് ഓഫീസും സ്ഥലമാണ്. വീട് പോലത്തെ ഒരു ഓഫീസാണ് ഞാൻ പറയാം. അതേപോലെ ഓരോ അവരെ കുടുംബം തന്നെ ഈ 5 പേർക്കും ഈ ഇത്രയും കോടികൾ എങ്ങനെ വന്നു പെട്ടെന്ന് അന്വേഷിക്കേണ്ടതാണ് ശരിക്കും. VD സതീശൻ്റെ അതേപോലെ വിദേശയാത്രകൾ, 100 കണക്കിന് വിദേശയാത്ര പോകണം. എന്തിനാ പോകണമെന്ന് അന്വേഷണം നടത്തേണ്ടതാണ്. ഗുരുതരമായ വിഷയങ്ങളുണ്ട് അതിൽ. ഈ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ഇയാൾക്ക് അടിക്കടി ഇങ്ങനെ വിദേശയാത്ര നടത്തുന്നത്, ഇപ്പോൾ ഈ വിഷയം ഇത്രയും കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴും ഇയാൾ പെട്ടെന്ന് നിന്ന് നിപ്പിൽ ദുബൈയിലേക്ക് പോയി 3 ദിവസം. അതെ, ഇവിടെയുള്ള ഒരൊറ്റ കോൺഗ്രസ് നേതാക്കന്മാരോ ഇവിടെയുള്ള പത്രമാധ്യമങ്ങളോ ഇത് അന്വേഷിച്ചിട്ടില്ല. എന്താവശ്യത്തിന് വേണ്ടിയാണ് ഇയാൾ പോയത്? ഇത്രയും തിരക്കപ്പെട്ട് ഇത്രയും. അത് സതീശന് കുടുംബമായിട്ട് ബന്ധമില്ല, റിലാക്സ് ചെയ്യാൻ പോണതാണ്. അത്രയും കണ്ടാണ് ഞാൻ അത്ര ആ വാചകത്തിൽ ഒതുക്കുന്നു. റിലാക്സ് ചെയ്യാൻ പോകുന്നതാണ്. അത് ഏത് തരത്തിലായാലും റിലാക്സ് ചെയ്യാൻ പോകണം. ഇപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചോളം ഇദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടാണ്, ഒരു റെഡിമെയ്ഡ് ഒരു മുഖ്യമന്ത്രി. താങ്കളുടെ അഭിപ്രായത്തിൽ ഇയാൾ ഇപ്രകാരം ഒരു പദവിക്ക് അർഹനാണോ? ജനങ്ങളോട് പറയുവാനുള്ളത് എന്താണ്? ഈ തരത്തിൽ ആ ഒരു പദവിക്ക് വേണ്ടി സകലരെയും വെട്ടി നിരത്തി ആ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി പോകുന്ന ഇയാളെക്കുറിച്ച് ജനങ്ങളോട് ഇൻ ഷോർട്ട് ചുരുക്കി പറയാവുന്നത് എങ്ങനെയാണ്? ആളുകൾ വെട്ടി നിരത്തി നേതാവായത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവെന്ന് നമ്മൾ വ്യാഖ്യാനിക്കാം. പക്ഷെ അതല്ല അപകടം. ഒരു അഴിമതിക്കാരൻ, പെണ്ണ് പിടിയൻ, വെള്ളടി, ഒരു സാമൂഹ്യ വിരുദ്ധൻ മുഖ്യമന്ത്രിയുടെ കസേരയിൽ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ അപമാനം തിന്നണം. അത്ര ഞാൻ പറയാനുള്ളൂ. ഇപ്പം വേറൊരു മുഖ്യമന്ത്രി, അതായത് നമ്മുടെ പദവികൾ നോക്കിക്കഴിഞ്ഞാൽ പല മഹാരഥന്മാരും ഇരുന്നിട്ടുള്ളൊരു ഒരു പദവിയാണ്. ഇതുപോലൊരു അധമൻ ആ പദവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കേരള ജനത്തെ സംബന്ധിച്ചോളം, അതായത് ഈ 10 കൊല്ലം ഈ പിണറായി ഭരണത്തിൽ ശ്വാസം മുട്ടി ഒരു രക്ഷപ്പെടൽ ആഗ്രഹിച്ചിരിക്കുന്ന ആ സ്ഥാനത്ത് ഇതുപോലൊരു മാലിന്യം വന്നാൽ അണലി പോയി രാജവെമ്പാല വരുന്ന ഒരു അവസ്ഥയാകത്തില്ലേ ജനങ്ങളുടെ? തീർച്ചയായിട്ടും. അന്നേരം അതിനൊരു അവസരം ഒരു കാരണവശാലും ഉണ്ടാകരുതെന്ന് കരുതിയാണ് താങ്കൾ? ഞങ്ങൾ തുറന്നു പറഞ്ഞത് സതീശൻ എന്ന് പറഞ്ഞ ഫ്രോഡിനെ കേരള ജനത മനസ്സിലാക്കണം. എത്രയോ നല്ല നേതാക്കന്മാർ കോൺഗ്രസ്സിലുണ്ട്, പാർട്ടിയിൽ പണിയെടുത്ത് വളർന്ന നേതാക്കന്മാരുണ്ട്. ഇവനുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവൻ ഒരു തുള്ളി വേർപ്പ് കോൺഗ്രസ്സിന് വേണ്ടി ഒഴുക്കിയിട്ടില്ലല്ലോ. ഇപ്പം 94 NSU സെക്രട്ടറി ആയത് ഒരു പാരമ്പര്യമില്ലാതെ, അത് കഴിഞ്ഞ് 2014 ICC സെക്രട്ടറി, ഒരു KPC സെക്രട്ടറി പോലും ആവാത്തവനാണ് 2014 അപ്പോൾ ഒരു കാറ്റഗറി ഇല്ലാതെ. എന്നിട്ട് ബയോഡാറ്റ എഴുതുമ്പോൾ എന്താണ് NSU സെക്രട്ടറി, മുൻ AICC സെക്രട്ടറി, മുൻ KPCC വൈസ് പ്രസിഡന്റ്. ഇതൊന്നും ഒരു കാറ്റഗറി, ഒരു കോൺഗ്രസിന് വേണ്ടി ഒരു തുള്ളി വേർപ്പൊഴുക്കാതെ സ്ഥാനം കിട്ടിയതിൻ്റെ കുഴപ്പമാണ് സതീശനുള്ളത്. ഒരു വിലയിലില്ല. ഈ പാർട്ടിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു നേതാക്കന്മാർക്ക് ഒരു വില കൊടുക്കുന്നില്ല സതീശൻ. ഈ ഒരു സാഹചര്യത്തിൽ ഒരു 8-8.5 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ആ അനൗൺസ്മെൻറ്റ് നവംബറിൽ വരാൻ പോകുന്നു. ഇത്രയും ക്രൂഷ്യലായ ഒരു സമയം, ഇത്രയും അതായത് പാർട്ടിയുടെ സർവ്വ മെഷീനറീസും ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ഒരുമിച്ച് പോകേണ്ടുന്ന ഈ സമയത്ത് ഇയാൾ ഇത്തരത്തിലൊരു പണി കാണിക്കുവാൻ, അതായത് ഇത് എനിക്കില്ലേ ഒരുത്തനും കിട്ടരുതെന്നുള്ളൊരു ഒരു മാനസികാവസ്ഥയിലോ വിഭ്രാന്തിയിലോ ആണ്. ഇതിനെ മൊത്തത്തിൽ, അതായത് ബെൽറ്റ് ബോംബ് ഇട്ട് കയറി സൂയിസൈഡ് സ്ക്വാഡ് പോലെ പൊട്ടിച്ചെതറുക എന്ന് പറഞ്ഞ പോലെ ഇയാൾ പിണറായിയുടെ കയ്യിൽ നിന്നും ഇതിനെ മൊത്തത്തിൽ നശിപ്പിച്ച് 3ാം വട്ടത്തിനുള്ള കാർപ്പറ്റ് ഞാൻ വിരിച്ചു തരാമെന്ന് പറഞ്ഞ് ഇയാൾ ആ കൊട്ടേഷൻ ഏറ്റെടുക്കുകയും അങ്ങനെ ഇതിനെ നശിപ്പിക്കാനുള്ളൊരു പണിയാണോ ഇയാൾ ഈ കാണിക്കുന്നത്? തീർച്ചയായിട്ടും അത് നമ്മൾ അങ്ങനെ തന്നെ കരുതണം. കാരണം എന്താണെന്ന് അറിയാമോ? ഈ സതീശനെ വെച്ചുകൊണ്ട് ഇനി ഒരു ഇലക്ഷൻ കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു കൂട്ടായ്മ ഉണ്ടാവില്ല. ഇപ്പം ടീം UDF എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ഈ UDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് സതീശനിലൂടെ വിശ്വസിച്ച് നിൽക്കും കേരളത്തിൽ?
സ്വന്തം ചങ്കിലുണ്ടായിരുന്ന ഷാഫിയും രാഹുലുമാണ്. ആ രാഹുലിനെയാണ് ഒരു സുപ്രഭാതത്തിൽ വെട്ടിക്കൂട്ടിയത്. ഇനി ഇവനെ ആര് വിശ്വസിക്കും? വിശ്വാസത പോയപ്പോൾ തന്നെ, നേതൃത്വത്തിനെ കുറിച്ചുള്ള വിശ്വാസത പോയപ്പോൾ തന്നെ സതീശൻ മാറി നിന്നാൽ മാത്രമേ അടുത്ത ഇലക്ഷന് UDF കേരള സ്വപ്നം കണ്ടാൽ മതി. KPCC അധ്യക്ഷൻ്റെ സ്ഥാനത്ത് എന്തൊക്കെ പറഞ്ഞാലും കെ സുധാകരനെ സംബന്ധിച്ചുള്ളൂ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ പറയാൻ സ്വാഭാവികമാണ്. പക്ഷേ അത്രയും പാർട്ടിക്ക് വേണ്ടി ഇത്രയും വർഷം ചോര നീരാക്കി പണിത് ഒരു മനുഷ്യനെ ഒരു നാണം കെടുത്തുന്ന രീതിയിലുള്ള ഒരു മാറ്റം അന്തസ്സായിട്ട് വേണേൽ മാറ്റാം. ഇപ്പോൾ ഒരു ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു KPCC ഒരു അസിസ്റ്റൻസിനെ കൊടുക്കാം, ഒരു അഡീഷണൽ ആയിട്ട് ഇച്ചിരൂടെ കാലിബറുള്ള യുവ നേതാക്കളെ അയാളുടെ ആ ഗ്രേസ് നഷ്ടപ്പെടുത്താതെ, അയാളെ മാനഭംഗപ്പെടുത്താതെ, ശരിക്കും മാനഭംഗപ്പെടുത്തി ജീവിതം ഒരു സൈഡ് ഈ പിണറായി സംസ്ഥാന മുഖ്യമന്ത്രിയായിരിക്കുമ്പം അദ്ദേഹത്തെ വെല്ലുവിളിച്ച് ഈ പാർട്ടിയെ പടുത്തുയർത്തിയ ആളെ പച്ചയ്ക്ക് അയാൾ മുഖ്യമന്ത്രി കസേരയിലിരിക്കുമ്പോൾ മാനഭംഗപ്പെടുത്തി ഇറക്കി വിടുന്ന പണി ചെയ്ത ഇവന്മാർ ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാക്കി കൊണ്ടിരുത്തിയതെന്ന് പറഞ്ഞാൽ ഒരു അരമനക്കിങ്ങിണി. ഞങ്ങൾ പറയുന്ന ഒരു പേരതാ. കാരണം ഒന്നെങ്കിൽ അയാൾ നല്ല മനുഷ്യനായിരിക്കാം, പക്ഷേ വല്ല മദ്ബഹയിലും അച്ഛന്മാരുടെ കുപ്പായൊക്കെ പൊക്കി മറ്റേ ആമേനടിച്ച് നടക്കുന്ന സൈസ് ഒരു കക്ഷിയെ പിടിച്ച് KPCC അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടിരുത്തി. അതായത് ഒരു റാൻമൂളിയെ അതായത് ഒരു സംസ്ഥാന ഘടകത്തെ നിയന്ത്രിക്കുകയും നയിക്കുകയും ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു പ്രോബ്ലം സോൾവിങ് എബിലിറ്റിയും ഒരു അനലിറ്റിക്കൽ ഇതും ഇങ്ങനെ എന്താ പറയുക, ഇതിനെ സ്വാഭാവികമായിട്ടും പല ടഗ് ഓഫ് വാർ ഉണ്ടാവും. അതിനെയൊക്കെ ന്യൂട്രലൈസ് ചെയ്ത് ഒരുമിച്ച് പോകേണ്ടുന്ന ഒരാൾ ഇത്രയും ശേഷിയില്ലാത്ത ഒരുത്തിന് ഇരുന്നത് കൊണ്ടല്ലേ ഇന്ന് ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇത്രയും കിടന്ന് കുത്തിച്ച് മറിയുന്നത്. അതേസമയം നട്ടലുള്ള ഒരുത്തനാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ഇവനെ നീ നിയമസഭയിൽ കളിച്ചാൽ മതി, പുറത്ത് ഞാനുണ്ടെന്ന് പറയത്തില്ലേ? അതായിരുന്നല്ലോ സുധാകരൻ ഇതുവരെ ചെയ്തത്. പക്ഷേ ഇതാരാണ് അതിന് ഈ KPCC അധ്യക്ഷനെ മാറ്റി ഇതുപോലെല്ലാം ഈ കേക്കച്ചന് അനുകൂലമായ ഒരു അവസരം ഇത് ഉണ്ടാക്കി കൊടുത്താരാ? അത് കേക്കച്ചൻ തന്നെ ക്രിയേറ്റ് ചെയ്യണ. ഇതിൻ്റെ അകത്ത് ഓരോ ആളുകൾ ഉപയോഗിക്കും. AICCക്ക് പക്ഷെ ഇവനെ സഹായിച്ച അല്ലെങ്കിൽ ഈ കേക്കച്ചൻ എന്ന് പറഞ്ഞ എലമെന്റിനെ വളർത്തി വിട്ട എല്ലാവരും ഇപ്പോൾ ശരിക്കും തുല്യ ദുഃഖിതരായില്ലേ? ഇവൻ കൈവിട്ടു പോയി, ഇവൻ എല്ലാവർക്കും ചെക്ക് വെച്ച് ഒരവസ്ഥയിലാക്കി ആക്കിയില്ലേ? അതെ. അതിൽ ഈ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ സുധാകരൻ ആദ്യഘട്ടത്തിൽ കരുത്തനായ ഒരു നേതാവായിരുന്നു. അപ്പോൾ ഈ സുധാകരൻ KPCC പ്രസിഡന്റും VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവൻ്റെ ജാതീയ ഗുണം ആദ്യം എടുത്ത്. കാരണം ഇവനെ ആരും പകവെക്കില്ല. KPCC പ്രസിഡന്റാണ്, സുധാകരൻ്റെ ഒരു പുലിയാണല്ലോ. അദ്ദേഹത്തിന് ഇവൻ ഒരു ഓവർകം ചെയ്ത് എന്തോ ഒരു കാര്യം ചെയ്തു. അങ്ങനെ ഡൽഹിയിലെ കേരള ഹൗസിൽ വെച്ച് സുധാകരൻ കഴുത്തിന് പിടിച്ച് പൊക്കി സതീശനെ ചാരി നിർത്തി, നീ എൻ്റെ അടുത്ത് വേഷം കിട്ടണമെന്ന് ചോദിച്ചു. അന്ന് മുതൽ ഉള്ളിലൊരു പക സുധാകരനോടുണ്ട്, ഇനി ഇവനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലെന്ന്. അത് അന്ന് തുടങ്ങി ഇവൻ്റെ പണിയാണ് സുധാകരനെ നാറ്റിക്കൽ. ഇപ്പം നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മരണച്ചേട്ടൻ നടന്ന ഉപതെരഞ്ഞെടുപ്പ് സ്റ്റേജിൽ കാണിച്ചതെന്നാണ് ഞാൻ പറയാന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്. അത് കഴിഞ്ഞ് പത്രക്കാരെന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ മറുപടി താങ്കളോടാണ്. അതൊരു വളരെ മോശമായിട്ടല്ലേ? ഇതെല്ലാം ഉള്ളിൻ്റെ ഉള്ളിലൊരു വൈരാഗ്യം. അതുമാത്രമല്ല, ഇവൻ വലിയ ആദർശമൊക്കെ പറയണല്ലേ. ഇവൻ്റെ ഒന്നാമത്തത് മന്ത്രവാദം കൂടാത്രത്തിൻ്റെ ആളാണ്. അതിന്റെ ഒരു ഒന്നാമത്തെ തെളിവുണ്ടല്ലോ. അതെ, സുധാകരന്റെ KPCC പ്രസിഡന്റിന്റെ കസേരയ്ക്ക് അടി കൊണ്ട് കൂടോത്രം വെച്ചു എന്ന് പറഞ്ഞത് ആരാ? മേശയുടെ അടിയിൽ അദ്ദേഹം ഇരിക്കുന്ന ടേബിൾ ഉണ്ടല്ലോ, അവിടെയും കസേരയുടെ അടിയിലൊക്കെ ഈ തകിട് കിട്ടിയത്. ഇതിന്റെ ആള് കേക്കച്ചൻ തന്നെയാ, വേറെ ആരുമില്ലെന്ന്. കേക്കച്ചനാണ് ഈ മന്ത്രവാദത്തിന്റെ കൂടാത്രത്തിന്റെ ആള്. ഈ സുധാകരന് പറ്റിയത് എന്താണെന്നറിയാമോ? അദ്ദേഹത്തിന് അസുഖമൊന്നുമില്ല. സതീശനേക്കാളും ആരോഗ്യമുണ്ട്. ഇപ്പോഴും സതീശനേക്കാളും ആരോഗ്യമുണ്ട്. നീണ്ടു നേർ നിൽക്കാനും സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇവനല്ലേ രോഗിയാക്കിയത്. സ്വാഭാവികമായിട്ട് 10-75 വയസ്സായ എന്ന് കരുതിക്കൊണ്ട് KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ട ആരോഗ്യക്കുറവൊന്നും സുധാകരൻ ഇപ്പോഴും ഇല്ല. അല്ല, ഇനി ഈ കൊണ്ടിയും കൂടോത്രം വെച്ച് തന്നെ പുള്ളി ഈ വീണ കുഴിയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് നമുക്കൊന്ന് കാണാം. പുള്ളിയുടെ കൊണ്ടിയും കൂടോത്രം ഇയാളെ രക്ഷിക്കുമോന്ന്? അല്ല, ഈ ആധവന്മാർ ഒടുവിൽ സ്വയം കുഴിച്ച കുഴിയിൽ വീഴും. അതാണിപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്ത പണിയിൽ എന്ന് പറഞ്ഞാൽ സതീശന്റെ ശവക്കുഴി തോണ്ടിയതാണ്. തീർച്ചയായിട്ടും രാഹുലിനെ തോണ്ടിയതോടുകൂടി കേരള ജനത സതീശൻ എന്ന് പറഞ്ഞ ഫ്രോഡിനെ തിരിച്ചറിഞ്ഞ്, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ.
എല്ലാ ദിവസവും ആ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ സ്ത്രീകൾ ഉൾപ്പെടെ സതീശനെ പറയൽ കേട്ട് കഴിഞ്ഞാൽ സതീശൻ എന്താണെന്ന് കേരള ജനത മനസ്സിലാക്കി. നമ്പർ 1 ഫ്രോഡാണെന്നും വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്നും ഇവനെ കേരളം തള്ളിക്കളഞ്ഞു. രാഹുൽ മാങ്കുട്ടം പൂർണ്ണമായും ഞാൻ അദ്ദേഹത്തിനെ ന്യായീകരിക്കുന്നില്ലെങ്കിലും രാഹുൽ മാങ്കുട്ടത്തിൻ്റെ വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ബ്ലോക്കാണ്, സതീശനെതിരാണ്. കാരണം ഇത് സതീശൻ ക്രിയേറ്റ് ചെയ്ത വിഷയമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. സതീശൻ്റെ സ്വന്തം മാനസപുത്രി, ഒരു പുത്രി അവിടെ ഉണ്ട് വീട്ടിൽ, ഇത് മാനസപുത്രി, 10-15 കൊല്ലമായിട്ട് സതീശൻ്റെ ചെലവിലും ജീവിക്കുന്ന ഒരു മാനസപുത്രി. ആ കുട്ടി സതീശൻ പറഞ്ഞു വിട്ട് പോകില്ലല്ലോ, ആ കുട്ടിയല്ലേ ഉപയോഗിച്ചത്. അത് പത്രക്കാർ സതീശൻ്റെ ചെലവിൽ ജീവിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, അവരെ കൊണ്ടാണ് ഈ സാധനം പുറത്തു വിട്ടത്. ആ കുട്ടി ആ പേര് പോലും പറഞ്ഞില്ല, പക്ഷെ അത് ക്രിയേറ്റ് ചെയ്ത് ആ പേരിലേക്ക് എത്തിയില്ലേ. ഇപ്പം സതീശൻ ഏറ്റവും ഒടുവിൽ പറവൂർ CPM വനിതാ നേതാവിനെ ആക്ഷേപിച്ചെന്ന് ആർപ്പോയില്ലേ? അതിന്റെ പിന്നിലും കേക്കച്ചനാണോ? കേക്കച്ചൻ അവരോടൊരു കലിപ്പ് തോന്നാൻ കാരണം എന്താ? പറവൂർ അത് സതീശനെതിരായിട്ട് ഇപ്പൊ ജില്ലയിൽ ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. നീ അടുത്ത പ്രാവശ്യം കാണും CPM ആ സീറ്റ് പിടിച്ചെടുത്തിട്ട് അവരെ അവിടെ ഇയാൾക്കെതിരെ നിർത്തിയാലോ എന്ന് ഭയന്നിട്ടാണ് ഈ കൊടുത്ത കീറ്. അത് പറവൂര് സൈബർ വിങ്ങിന്റെ ചുമതലയുള്ളത് CK ഗോപാലകൃഷ്ണനാണ്. അതിന് മുൻപ് ഒരാളുണ്ടായിരുന്നു PC രഞ്ജിത്ത്. അയാൾ ഇപ്പം പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിലുണ്ട്. അവനെ തിരുവനന്തപുരത്ത് ഓഫീസിൽ വെച്ചതിന് ശേഷമാണ് ഈ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു കൾച്ചർലെസ് സാധനമാണ്. അവനാണ് ഈ സതീശനെ കൂടിയാണ് ഈ ഗൂഢാലോചന നടത്തി ഈ ടീച്ചർക്കെതിരായി ആദ്യം പേര് വയ്ക്കാതെ അയക്കുകയാണ്. പേര് വയ്ക്കാതെ തീരദേശ ഒരു MLA-യും ഒരു വനിതാ നേതാവും തമ്മിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഐഡന്റിഫൈ ചെയ്യണല്ല, പേര് പറഞ്ഞില്ലെങ്കിലും. അത് ഡെവലപ്പ് ചെയ്ത് അത് ഷാജഹാന് കൊടുത്തു. ഷാജഹാനും അടുത്ത ദിവസം ഒരു വീഡിയോ ചെയ്യാണ്. ഈ പറവൂര് കേക്കച്ചൻ വീഡിയോ മറ്റേ ഫേസ്ബുക്കിൽ കൊടുപ്പിച്ച ഈ മറ്റേ CK ഗോപാലകൃഷ്ണനെ കൊണ്ട് കൊടുപ്പിച്ചതിന് ശേഷമാണ് ഷാജഹാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത് എവിടെ നിന്ന് പോയി? പറവൂരിൽ നിന്നാണ് ഷാജഹാൻ്റെ കയ്യിലേക്ക് പോയത്. ഷാജഹാൻ്റെ വീഡിയോ ആണ് പിന്നെ കേരളത്തിൽ പല ആളുകൾ ഏറ്റെടുത്ത് ഫോട്ടോ വരുന്നത്. ഇത് ഷൈനാണെന്നും മറ്റത് ഉണ്ണികൃഷ്ണനാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ളത്. അത് സതീശൻ്റെ ബുദ്ധിയാണത്, കുബുദ്ധി. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ് നമ്മുടെ കേക്കച്ചനെ ഏതാണ്ട് 30-37 വർഷമായിട്ട് നന്നായിട്ട് അറിയാവുന്ന 45 വർഷമായി കേക്കച്ചൻ്റെ സകല ഇന്നാനോട്ടും അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ വോട്ടറായ PS രാജേന്ദ്ര പ്രസാദാണ് ഇത്രയും നേരം ഈ കേക്കച്ചൻ എന്താണ് എന്ന് നമ്മളോട് വിശദമായി പറഞ്ഞു തന്നത്. അന്നേരം ഇതെന്ന് പറയുന്നത് ഈ കേക്കച്ചനെ മറ്റേ ഈ KYC എന്ന് പറഞ്ഞ പോലെ നോ യുവർ കസ്റ്റമർ എന്ന് പറഞ്ഞ ബാങ്കിൻ്റെ എന്താ പറയുന്നത്, ഇതുപോലെ നോ യുവർ കേക്കച്ചനെ കുറിച്ച് വിശദമായി ഇയാൾ ആരാണ് എന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായ ഒരു കോൺഗ്രസ് പ്രവർത്തകനായ, കോൺഗ്രസിൻ്റെ സംഘടനാ പല ചുമതലകളും വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളോട് ഇത്രയും കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ മിഷൻ 60യുടെ ഭാഗമായി ഇപ്പോൾ റിയാക്ട് ഫോർ റൈറ്റ് എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൽ ജനങ്ങൾ i2 ന്യൂസിലൂടെ ഞങ്ങളെ വിളിച്ച് പ്രതികരിക്കുന്നു. ഇത് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ എത്തി അദ്ദേഹത്തെ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളിൽ നിന്നുള്ളൊരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വ്യക്തിയെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, അതനുസരിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രവർത്തിക്കുക. കാരണം ഇയാൾ ചില ബോധ്യങ്ങളുടെയും നിലപാടുകളുടെ ആശാനായി ചില ലക്ഷ്യത്തോടെ പോവുകയാണ്. അങ്ങനെ എല്ലാവരെയും ഒതുക്കി വെട്ടിനിരത്തി പോകുന്ന ഈ ഒതുക്കീശനെ വെട്ടി നിരത്തുക എന്ന് ഇവനെ മൂക്കുകയറിട്ട് തളയ്ക്കാൻ പറ്റാവുന്നത് വേറെ ആർക്കുമില്ല, ഇവിടുത്തെ ജനങ്ങൾക്കാണ്. നിങ്ങളുടെ ഈ വരുന്ന 8 മാസത്തിനുള്ളിൽ ഇവന് നേരെ ഉപയോഗിക്കാൻ പറ്റാവുന്ന അവസരമാണ്. അതുകൊണ്ട് ആ 8 മാസം എടുത്ത് നിങ്ങൾ നന്നായി ഇവനെ പഠിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് ഇവനെ തീർക്കുക. അതിനുള്ള ചുമതല ദൈവം ഏൽപ്പിച്ചേക്കുന്നത് നിങ്ങളെയാണ്. അതുകൊണ്ട് ഇത്രയും നേരം i2 ന്യൂസ് പ്രേക്ഷകരുമായി ഇത്രയും കാര്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ പങ്കുവച്ച ശ്രീ PS രാജേന്ദ്ര പ്രസാദിനുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. i2 ന്യൂസ്, an eye for truth. i2 ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.